മിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനന്തു കൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പല രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നു. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ പരാതികൾ ഉയരുന്നത് മുസ്ലിം ലീഗ് നേതാവ് നേതൃത്വം നൽകുന്ന ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ്. നേരത്തെ പ്രേക്ഷകർ നമ്മോട് ടെലിഫോണിൽ പ്രതികരിച്ചപ്പോഴും ഹരിയാലി ഫൗണ്ടേഷനെതിരെ നിരവധി പേരാണ് സംസാരിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹി കെ ബക്കർ ചെയർമാനായ ഹരിയാലി ഫൗണ്ടേഷൻ വഴിയാണ് കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഗൃഹോപകരണങ്ങൾ, സ്കൂട്ടർ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വാഗ്ദാനം ചെയ്തു തന്നെയായിരുന്നു തട്ടിപ്പ്. 16-ാം വാർഡ് അംഗം കൂടിയാണ് കെ എ ബക്കർ. മുബഷിർ പി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലും വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറത്തെ പൊന്നാനി, മാറഞ്ചേരി, പെരുമ്പട, പെടപ്പാൾ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ചില സംഘടനകളുടെ പേരിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഇവിടെ നിരവധി ആളുകൾ, 50ഓളം ആളുകൾ പരാതി കൊടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ചില ഫൗണ്ടേഷനുകൾ, കൂട്ടായ്മകളൊക്കെ തന്നെ ഇവിടെ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഈ ഒരു പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളെവിടെ, സ്ഥലം എവിടെയാണ്? എത്ര രൂപയാണ് നഷ്ടമായത്? എന്തായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്? ഞങ്ങൾ ഹോം അപ്ലയൻസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ കൊടുത്തത്. അഡ്വാൻസ് ആയിട്ട് 2400 രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ജനുവരിയിൽ നമ്മൾ അതിൻ്റെ പകുതി എമൗണ്ട് അടക്കുന്നത്. അപ്പം ഒരു 44,000 AC ആണെങ്കിൽ നമ്മൾ 22,000 അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ 3 ഫാമിലി ആയിട്ട് അടച്ചിട്ട് ഒരു 55,000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഇത് തട്ടിപ്പായിരുന്നു, ക്യാഷ് നമ്മൾ പോയി ഇങ്ങനെ ആളെ. ഏത് ഫൗണ്ടേഷൻ വഴിയായിരുന്നു? ഫൗണ്ടേഷൻ വഴിയായിട്ട്. ഇത് ഈ മേഖല കേന്ദ്രീകരിച്ചാണല്ലോ കൂടുതൽ തട്ടിപ്പ് നടന്നില്ല. എന്തൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ് നൽകുമെന്ന്? ഹോം അപ്ലയൻസ്, അങ്ങനത്തെ ഈ AC, അതേപോലെ തന്നെ ഈ ഡിഷ് വാഷ്, പ്ലേറ്റൊക്കെ കഴുകുന്ന അത്തരം ഉപകരണങ്ങൾ, പിന്നെ അതേപോലെ സ്കൂട്ടർ, ലാപ്ടോപ്പ്, മെഷീൻസ്, പിന്നെ ഈ തുന്നൽ മെഷീന്, അതേപോലെ നോട്ട്ബുക്ക്, ഇതൊക്കെ മുന്നേ ചില കാര്യങ്ങളൊക്കെ പകുതി വിലക്കൊക്കെ ആളുകൾക്ക് കൊടുത്ത് അവർ അങ്ങനെ ആകർഷിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഹ്യൂജായിട്ടുള്ള വലിയൊരു ആളുകൾ ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതൊക്കെ കിട്ടുന്ന പ്രതീക്ഷിച്ച് ഇതിൽ ചേരുകയൊക്കെ ഉണ്ടായത്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഏകദേശം ഒരു 600-700 ആളുകൾ ഈ പെരുമ്പടപ്പ് ബ്ലോക്കിലെ ആളുകളായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 കോടി റുപ്യ വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത് 6 മാസം മുന്നേ ഇതിൻ്റെ ലാലി വിൻസെൻ്റ് അവർ പറയണ്ടായി 6 മാസം മുന്നേ ഇതിൻ്റെ വിഷയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡയറക്ടേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട ഇത് നടത്തുന്നതിൻ്റെ ഇടനിലക്കാർക്കൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ ബക്കറിനും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസം മുന്നേ ഞാൻ ഈ കാശ് അടക്കുമ്പോൾ അവനക്ക് എന്നോട് ഇപ്പോൾ തൽക്കാലം നിൽക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാമെന്ന് അവനക്ക് പറയാമായിരുന്നു. അതുപോലും അയാൾ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ 2021 തൊട്ടിട്ടാണ് ഇതിൻ്റെ കുറച്ചും കൂടി വ്യാപ്തി ആരംഭിച്ചത് എന്നാണ് ഞാൻ. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ കൂടിയാണ്. ഇയാൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇതൊക്കെ ഇയാളുടെ ഈ ബിസിനസ്സിന് ആക്കം കൂട്ടാൻ വേണ്ടി ഈ എല്ലാ കാര്യങ്ങളും ഇയാൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സംഭവം നടന്നതിന് ശേഷം അയാളെ ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. സംഭവം നടന്നതിന് ശേഷം ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ ഇതാണ് പറഞ്ഞത്, കംപ്ലൈൻറ്റ് കൊടുക്കരുത്, കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങളൊക്കെ നീങ്ങും. ഒരു സാമൂഹ്യ പ്രവർത്തകന് വാർഡ് മെമ്പർ എന്ന നിലക്ക് കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്തിട്ട് കൃത്യമായിട്ട് ആളുകൾ വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പറ്റിക്കലിൻ്റെ ഇത് ഉണ്ടായിരിക്കണം. ഭീമമായ പറ്റിക്കലുണ്ടായിരിക്കണം. കടയിലേക്ക് വന്നത്. അപ്പോൾ ഈ 150 ആൾക്കാർ കടയിൽ വന്ന ആൾക്കാരോട് പറഞ്ഞത് എന്താ, TK സൂപ്പർ മാർക്കറ്റിൽ 1000 രൂപ കൊടുക്കുക, 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നീട് ഒരു ടോക്കൺ തന്നാൽ ആ ടോക്കൺ തിരിച്ച് തന്നു കഴിഞ്ഞാൽ 150 തന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ 3 ലക്ഷം രൂപ വന്ന പാടന്നെ 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിച്ച്. അപ്പോൾ ഞാൻ വെച്ച് ഈ കമ്മീഷൻ ഏത് പൈസയിലാണെന്ന് വെച്ച് ഹരിയാലി ഫൗണ്ടേഷനിലേക്കാണ് ഞങ്ങൾ മറ്റുള്ള തയ്യൽ മെഷീൻ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് തന്നെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റണില്ല. ഇവനെ ഒരു അഡ്വക്കേറ്റാണ്. ഇവനെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് നിരന്തരം നമ്മളെ കടയിൽ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇന്നിപ്പോൾ GSTക്കാർ വന്നു കഴിഞ്ഞാൽ നാളെ സെയിൽ ടാക്സ് വരെ വരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പഞ്ചായത്തിൽ നിന്ന് കവറുണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ കട മാത്രം ടാർഗറ്റ് ചെയ്ത് തന്നെ ഈ 10 കടക്കാരോ 12 കടക്കാരോ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 19 ലക്ഷം ഉറുപ്പ്യോളം ആ രീതിക്ക് തന്നെ കളഞ്ഞിട്ടുണ്ട്. ആ കാശ് എവിടെ പോയി എന്നുള്ളത് അവർ പറയട്ടെ. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് എല്ലാ പരാതിക്കാരുടെയും ഒരു ഒറ്റ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ഞങ്ങൾ എല്ലാവരുടെയും പേരെഴുതി അവരുടെ മൊബൈൽ നമ്പർ സൈനൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് പരാതി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയൊക്കെ വെച്ചുകൊണ്ട് അവരും കേസുമായി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ
ഇനിയും നിരവധി പരാതികൾ വരുമെന്നുള്ളതാണ് ഇവർക്ക് തന്നെ പറയുന്നത്. നിലവിൽ ഈ ഒരു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ അറസ്റ്റ് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഷീർ എന്ന് പറയുന്ന ഒരു NGOയുടെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പറയപ്പെടുന്ന ഈ ഐരാലി ഫൗണ്ടേഷൻ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ബക്കർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഒളിവിലാണ് എന്നുള്ളതാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ പണം തിരികെ ലഭിക്കില്ല എന്ന് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പരാതി കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് പരാതിക്കാർ നമ്മുടെ ചാനലിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലോയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ പൊന്നാനി. തട്ടിപ്പറഞ്ഞിട്ടും പലരും ഇത് പുറത്തു പറഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർ ഇതിലേക്ക് വരാൻ ഇടയാക്കിയതെന്ന് തന്നെയാണ്. കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് സംസ്ഥാനത്തൊട്ടാകെ 34,000 പേർ തട്ടിപ്പിനിരയായി എന്ന് തന്നെയാണ് നിഗമനം. ക്രൈംബ്രാഞ്ച് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ തട്ടിപ്പിന്റെ വ്യാപ്തി 2,000 കോടി കടക്കുമെന്ന് ഉറപ്പുമാണ്. നമുക്കതിന്റെ ഉള്ളറകൾ തേടിയുള്ള അന്വേഷണം തുടരണം.